സമ്മതിദാനാവകാശം നൽകണമേ എന്ന് അവർ അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളെ നേരിൽ കാണുന്നതിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോട് തോൾ ചേർന്ന് പ്രവർത്തിക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ടും ഇതാ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, വീതിയൊരുക്കുക, അഭിവാദ്യം ചെയ്യുക. നാം അറിയുന്ന, നമ്മളെ അറിയുന്ന, നമ്മളിൽ ഒരുവനായ സഖാവ് കെ രാധാകൃഷ്ണൻ ഇതാ നിങ്ങളെ നേരിൽ കാണുന്നതിനും വോട്ടുകൾ അഭ്യർത്ഥിക്കുന്നതിനും വേണ്ടി ഇതാ ഇവിടേക്ക് കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, വീതിയൊരുക്കുക, അഭിവാദ്യം ചെയ്യുക. അതിൻ്റെ ദുരന്തം എന്തായിരുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യം കണ്ടു. ഇടതുപക്ഷ അംഗങ്ങൾക്ക് ശക്തി ഇല്ലെങ്കിൽ പോലും, എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും, പല ജനവിരുദ്ധ നിയമനിർമ്മാണങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ നടന്നപ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ എണ്ണത്തിൽ കുറഞ്ഞ ഇടതുപക്ഷം മാത്രമേ ഉണ്ടായിരുന്നു. ആ ഇടതുപക്ഷത്തിൻ്റെ ചെറുപ്പ് കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നെങ്കിൽ ഇടതുപക്ഷങ്ങളുടെ എണ്ണം കൂടുതലുണ്ടായിരുന്നെങ്കിൽ എന്ന് ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെല്ലാം ആഗ്രഹിച്ച കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷത നിലനിർത്തണമെന്ന് ആഗ്രഹിച്ച ആളുകളെല്ലാം ആ സന്ദർഭത്തിൽ പറഞ്ഞതാണ്. ഇടതുപക്ഷ അംഗങ്ങളുടെ എണ്ണം കുറെ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാലത്ത് തുടങ്ങിയതാണ്, ഇന്നല്ല, കുറേ ദിവസമല്ല, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് തുടങ്ങിയതാണ്. ഇന്ന് വെയിറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ 8 കിലോ കുറഞ്ഞു മന്ത്രിയായതിനു ശേഷം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ അംഗങ്ങളുടെ എണ്ണം നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ വർദ്ധിപ്പിക്കണം. കഴിഞ്ഞ തവണ നമുക്ക് ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞതെങ്കിൽ ഇത്തവണ നമ്മുടെ കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും നമുക്ക് വിജയം ഉറപ്പിക്കാൻ കഴിയും. ഞാൻ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഈ സന്ദർഭത്തിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. എല്ലാ തരത്തിലുള്ള കുതന്ത്രങ്ങളും കള്ളപ്രചാരവേലകളും സംഘടിപ്പിക്കാൻ വേണ്ടി UDFും BJPയും തയ്യാറാകും എന്നതിൻ്റെ ഏറ്റവും വലിയ അവസാനത്തെ ഒരു ഉദാഹരണം ഇപ്പോൾ 24 എന്ന് പറയുന്ന മീഡിയയിൽ വന്നിട്ടുണ്ട്. കൊല്ലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ സഖാവ് മുകേഷ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായിട്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി വീടുകളിൽ ചെന്ന സമയത്ത് വീട്ടമ്മമാർ മീൻ കഴുകിയ വെള്ളം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒഴിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട സത്യൻ ആ പ്രചരിപ്പിക്കുന്ന വാർത്തയിൽ ചിത്രം നോക്കിയിട്ട് പറഞ്ഞു, അത് നമ്മുടെ കുന്നംകുളം മണ്ഡലത്തിലെ അമ്മമാരും സഹോദരിമാരും നിൽക്കുന്ന ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് കൊല്ലത്ത് പ്രചരണം നടത്തുന്ന മുകേഷിൻ്റെ ദേഹത്ത് മീൻവെള്ളം ഒഴിച്ചെന്നാണ് പറയുന്നത്. എന്ത് നുണയാണല്ലേ? കുന്നംകുളത്തുള്ളവർക്ക് മീൻവെള്ളം മുകേഷിൻ്റെ ദേഹത്ത് കൊല്ലത്ത് പ്രചരണം നടത്തുന്ന ആളുടെ ദേഹത്ത് ഒഴിക്കാൻ പറ്റുമോ? അപ്പോൾ വോട്ട് ചോദിച്ചെന്നാൽ ഇടതുപക്ഷത്തിന് മീൻവെള്ളം ഓടിച്ചു വിടുന്നു എന്ന് പ്രചാരവേല സംഘടിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു പ്രചാരവേല സംഘടിപ്പിക്കാൻ ഉണ്ട സാഹചര്യമുണ്ടോ ഇടതുപക്ഷത്തിന്? അങ്ങനെ ഒരു പ്രചരണം സംഘടിപ്പിച്ചാൽ അത് ജനങ്ങൾ വിട്ടുപോകും. കാരണം എന്താണ്? ഈ നാടിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും പാവപ്പെട്ടവൻ്റെ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്ന് ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്നതാണ്. അങ്ങനെയുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളായി തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ അവരുടെ ശരീരത്ത് മീൻവെള്ളം ഒഴിക്കുമോ? അപ്പോൾ അത് ബോധപൂർവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ താറടിച്ച് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണ്. ഇവിടെ ഞാനും നമ്മുടെ പ്രിയപ്പെട്ട MLAയും എല്ലാവരും കൂടി വന്നു. ഇവിടെ വോട്ട് ചോദിക്കാൻ തന്നെയാണ് വന്നത്. നിങ്ങൾ മീൻവെള്ളം ഒഴിക്കുമോ? ഒഴിക്കാൻ അല്ലേ? അങ്ങനെ ഒരു ഗതികേട് ഇടതുപക്ഷത്തിനില്ല കേരളത്തിൽ. കാരണം ഈ കേരളത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൻ്റെ എല്ലാ വളർച്ചയുടെ ഘട്ടത്തിലും ഏറ്റവും നിർണായകമായിട്ട് സംഭാവന നൽകിയ പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും, അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ പാർട്ടികളുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ന് ഈ കാണുന്ന ഈ കേരളം ഇതുപോലെ ആക്കി മാറ്റിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്ക് വളരെ വലുതാണ്.
നമുക്കറിയാം കഴിഞ്ഞ 7.5 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. നാടിൻ്റെ പുരോഗതിക്ക് വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അതോടൊപ്പം തന്നെ പാവപ്പെട്ടവൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി മാറ്റം വരുത്തേണ്ടത് എന്താണ് അത് മനസ്സിലാക്കിക്കൊണ്ട് ആ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് പോവുകയാണ്. നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക. അങ്ങനെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടി പല കുതന്ത്രങ്ങളും പ്രയോഗിച്ചു നോക്കി. അതിലൊന്നും കേരളത്തിലെ ജനങ്ങളെ കിട്ടുന്നില്ല എന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ചാലും പിന്നെയും വീണ്ടും ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ UDFും BJPയും ചേർന്ന് നടക്കുന്നത്. അറിയാം, കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടമായി കഴിഞ്ഞപ്പോൾ ആ ഗവൺമെൻറ് തകർക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങളാണ് നടത്തിയത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ മുഴുവൻ അണിനിരത്തി നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്റിനെ തകർക്കാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള കള്ളപ്രചാര വേദികളും നടത്തി. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ എന്താണ് തീരുമാനിച്ചത്? 2016 93 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതെങ്കിൽ 2021 ഈ തരത്തിലുള്ള എല്ലാ കള്ളപ്രചാര വേലകളെയും ജനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് 99 സീറ്റിൻ്റെ പിന്തുണയോടുകൂടിയാണ് ജനങ്ങൾ വീണ്ടും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെ അധികാരത്തിൽ എത്തിച്ചത്. അതുതന്നെയാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായും ജനങ്ങളുടെയും നാടിൻ്റെയും താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഭരിച്ച് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി, ഗവൺമെൻറ് പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള വലിയ ഗൂഢാലോചന നടന്നു എന്നതിൻ്റെ തെളിവ് ഇപ്പോൾ 2-3-4 ദിവസം മുമ്പേ സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി വന്നപ്പോൾ എല്ലാ ആളുകൾക്കും ബോധ്യപ്പെടുകയുണ്ടായി. അതായത് കേരളത്തിലെ വളർച്ചയെ തടയാൻ എന്താണ് വേണ്ടത്, ഇടതുപക്ഷത്തിനെ തകർക്കാൻ എന്താണ് വേണ്ടത്? ഇവിടെ വികസന പ്രവർത്തനം നടത്താൻ പാടില്ല. ഇവിടെ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നല്ലപോലെ കേരളത്തിൻ്റെ വികസനം സാധ്യമാക്കുകയാണ്. അതോടൊപ്പം തന്നെ പാവപ്പെട്ടവരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. ഇന്ന് ഞാനും നമ്മുടെ പ്രിയപ്പെട്ട MLA മൊയ്തീൻ കൂടി ഒരു കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ അവിടെ 22-ഉം 7-ഉം 29 പാവപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിൻ്റെ താക്കോൽ നൽകുന്ന ചടങ്ങിൽ പങ്കെടുത്തു. അങ്ങനെ ആ താക്കോൽ നൽകുന്ന ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം ഈ 7.5 വർഷത്തിനുള്ളിൽ 300-ലധികം പാവപ്പെട്ടവർക്ക് വീട് കൊടുത്തു എന്നുള്ളതാണ് കാണുന്നത്. പാവപ്പെട്ടവരുടെ വീടിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയില്ല. പാവപ്പെട്ടവരുടെ ക്ഷേമ പദ്ധതികൾ അത് നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അങ്ങനെ ക്ഷേമ പദ്ധതികൾ, വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അത് തടസ്സപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? നമുക്ക് പൈസ ഉണ്ടെങ്കിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ, വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ജനങ്ങൾ ആവശ്യമനുസരിച്ച് അവർക്ക് പെൻഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പൈസ വേണം. പൈസ നമുക്ക് അർഹതപ്പെട്ടത് കേന്ദ്രം തരേണ്ടതാണ്. ആ അർഹതപ്പെട്ട പൈസ തരുന്നില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 7.5 വർഷത്തിനുള്ളിൽ നമുക്ക് കിട്ടേണ്ടിയിരുന്ന 1,06,500 കോടിയിൽ പരം രൂപ തരാതിരിക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ 1,06,000 പരം കോടി രൂപ കൂടി നമുക്ക് കിട്ടുമായിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി എന്താവും? അത് കിട്ടാതെ വന്നപ്പോഴാണ് നമ്മൾ കടമെടുത്തിട്ടാണെങ്കിൽ പോലും വികസന പ്രവർത്തനം നടത്തണം. കടമെടുത്തിട്ടാണെങ്കിൽ പോലും പാവപ്പെട്ടവൻ്റെ പെൻഷനും അതുപോലെ ക്ഷേമ പദ്ധതികളും നടപ്പിലാക്കണം. അപ്പോൾ കടമെടുക്കാനുള്ള സ്വാതന്ത്ര്യവും നിഷേധിക്കുകയാണ് കേന്ദ്രം ചെയ്തത്. ആ കടമെടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചതിനെതിരായിക്കൊണ്ടാണ് നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ മന്ത്രിമാരും MLAമാരും MP മാരും എല്ലാം അണിനിരുന്നുകൊണ്ട് കഴിഞ്ഞ 8-ാം തീയതി ഇന്ത്യൻ പാർലമെൻറ്റിന് മുമ്പിൽ വലിയ സമരം നടത്തി. ആ സമരം നടത്തിയപ്പോൾ കേരളത്തിന് ന്യായമായി ലഭിക്കേണ്ട വിഹിതം ലഭിക്കണമെന്നും കടമെടുക്കാനുള്ള അവകാശം സംരക്ഷിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞത്. അന്ന് നമ്മളെ UDFും കളിയാക്കി, BJPയും കളിയാക്കി. പക്ഷേ സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞു കേരളത്തിന് കടമെടുക്കാനുള്ള അനുവാദം കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കണമെന്ന് നമ്മുടെ പരമോന്നത നീതിപീഠം തന്നെ പറഞ്ഞു. 13,608 കോടി രൂപ കടമെടുക്കാനുള്ള അവകാശം കേരളത്തിന് കൊടുക്കണമെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞപ്പോൾ ആളുകൾക്ക് ബോധ്യം വന്നു. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് പറഞ്ഞപ്പോൾ ബോധ്യം വന്നില്ല. സുപ്രീം കോടതി പറഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ബോധ്യം വന്നു. ഈ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കി ഇവിടുത്തെ വികസന പ്രവർത്തനം തടസ്സപ്പെടുത്താനും ക്ഷേമ പ്രവർത്തനം തടസ്സപ്പെടുത്താനുമാണ് ശ്രമിക്കുന്നത്.
ഇവിടുത്തെ പാവപ്പെട്ടവർക്കുള്ള ക്ഷേമ പെൻഷൻ പദ്ധതികളെല്ലാം നടപ്പിലാക്കിയത് ഏത് കാലത്താണെന്നെല്ലാം എല്ലാവർക്കും അറിയാം. പാവപ്പെട്ടവർക്ക് പണിയെടുക്കുന്ന ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിനെ എതിർത്തവരാരാണെന്ന് അറിയാം. ആ എതിർത്തവർ ഭരിച്ച സമയത്തൊന്നും തന്നെ ഈ പാവപ്പെട്ടവർ പെൻഷൻ കൊടുക്കുക എന്നുള്ള നയമല്ല സ്വീകരിച്ചത്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ച സമയത്തെല്ലാം പാവപ്പെട്ടവൻ്റെ പെൻഷൻ കൊടുക്കാനും അത് വർദ്ധിപ്പിച്ചു കൊടുക്കാനുള്ള നിലപാടാണ് സ്വീകരിച്ചത്. 1980 പാവപ്പെട്ട കർഷക തൊഴിലാളികൾക്ക് ആദ്യമായിട്ട് ഈ കേരളത്തിൻ്റെ മണ്ണിൽ ഇന്ത്യയിൽ പെൻഷൻ കൊടുത്തത്. അന്ന് കൊടുത്ത 45 രൂപ ഇപ്പോൾ എത്രയാണ്? എത്രയാ? എവിടുന്ന് തുടങ്ങിയത്? 45 കൊടുത്ത് പിന്നെ ഇപ്പോൾ 1600 ആക്കി. ആരെങ്കിലും സമരം ചെയ്തിട്ടാണോ 1600 ആക്കിയത്? അല്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ നയമാണ് പാവപ്പെട്ട ആളുകളെ സഹായിക്കുക. അതുകൊണ്ടാണ് 1600 വരെ പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഇടതുപക്ഷ മുന്നണി തയ്യാറായി. ഇപ്പോൾ പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പാവപ്പെട്ടവരെ സമരത്തിലേക്ക് ഇറക്കി വിടുന്ന ആളുകൾ ഭരിച്ച സമയത്ത് മാസങ്ങൾ കൊല്ലങ്ങൾ കുടിശ്ശിക വരുത്തിയവരാണ്. 5 നയാ പൈസ വർദ്ധിപ്പിച്ചു കൊടുക്കാത്തിട്ടാണ്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 7.5 വർഷക്കാലം കൊണ്ട് 500 രൂപയുണ്ടായിരുന്ന പെൻഷൻ 1600 രൂപയായി വർദ്ധിപ്പിച്ചു. ഇപ്പോൾ സാമ്പത്തിക പ്രയാസം നേരിടുന്നത് കൊടുക്കുന്നതിൽ ചില താമസം നേരിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു അതുകൊണ്ട് പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഒരു കമ്പനി രൂപീകരിച്ചു. ആ കമ്പനി കടമെടുത്തുകൊണ്ട് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. അത് കടമെടുക്കേണ്ടാന്ന് തീരുമാനിച്ചു. അപ്പോൾ ആ രീതിയിലെല്ലാം നമ്മളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പെൻഷൻ കൊടുക്കാതിരുന്നാൽ പാവപ്പെട്ട ആളുകൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായിക്കൊണ്ട് ചിന്തിക്കും, ഇല്ലേ? ഉണ്ടോ? പെൻഷൻ കിട്ടിയില്ല. ഇപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കടമെടുത്തിട്ടാണെങ്കിൽ കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിലെ പുരോഗതി തടസ്സപ്പെടുത്തണം, ക്ഷേമ പദ്ധതി തടസ്സപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് UDFും BJPയും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരായിക്കൊണ്ടുള്ള പോരാട്ടം കൂടിയായി ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് മാറ്റി തീർക്കാൻ കഴിയണം. നമ്മുടെ മലയാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടമായിട്ട് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നാം കാണാൻ തയ്യാറാകണം. അങ്ങനെ തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങൾ നമ്മൾ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആലത്തൂർ മണ്ഡലം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നഷ്ടപ്പെട്ട മണ്ഡലമാണ്. ആ നഷ്ടപ്പെട്ട മണ്ഡലം വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വൈകിവേളയിൽ നിങ്ങളിവിടെ നൽകിയ ഈ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ നൽകുന്നു. നമ്മുടെ കൃഷ്ണൻ ഈ പ്രദേശത്തെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമുള്ള ആളല്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കൂടെ സഞ്ചരിച്ച ഒരാളാണ് സഖാവ് രാധാകൃഷ്ണൻ. ഇന്ന് നമ്മുടെ കേരളത്തിലെ പട്ടികജാതി വർഗക്ഷേമ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി കൂടിയാണ്. ദേവസ്വത്തിൻ്റെയും ആലത്തൂര് കഴിഞ്ഞ തവണ നമ്മൾ പരാജയപ്പെട്ടു. തോറ്റപ്പോഴാണ് നമുക്ക് മനസ്സിലായത് തോൽക്കാൻ സാധ്യതയുണ്ട് എന്ന്. നമ്മൾ വിചാരിച്ചു അവിടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് പ്രധാനമന്ത്രിയാവും എന്ന് വെച്ചാൽ കിടക്കട്ടെ, ഒരു കുത്തപ്പുറത്തേക്ക് കുത്തിയതാണ്. ആ ഒരു കുത്ത് 5 വർഷം നമുക്ക് ദോഷം ചെയ്തു. നമ്മുടെ മണ്ഡലം പരാജയപ്പെട്ടു. ഈ 5 വർഷക്കാലം ഒരു ജനപ്രതിനിധിയുടെ സാന്നിധ്യം, പാർലമെൻറ്റ് മെമ്പറുടെ സാന്നിധ്യം നിങ്ങളുടെ പ്രദേശത്ത് അനുഭവിക്കാൻ നിങ്ങൾക്ക് യോഗം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറയാം, ബിജു ഉള്ള സമയത്ത് നിങ്ങളുടെ കുടിവെള്ള പദ്ധതി അതാണ്. നേരെ അങ്ങ് പോയിട്ട് ആ കുടിവെള്ളക്ഷാമം ഉണ്ടായിരുന്ന മേഖലയിൽ ഉൾപ്പെടെ കുടിവെള്ളം കൊടുക്കാവുന്ന ബിജുവിൻ്റെ ഫണ്ടാണ്. കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ആ റോഡ് PMGS റോഡ് പണിതത്. ഈ കടവല്ലൂർ പഞ്ചായത്തിൽ തന്നെ 6 അംഗൻവാടികൾ ബിജുവിൻ്റെ ഫണ്ടാണ്. ഒരെണ്ണം പറ 5 കൊല്ലത്തിനുള്ളിൽ കടവല്ലൂരിൽ നമ്മൾ തെറ്റിക്കുത്തി ജയിച്ചു പോയി. നമ്മളെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവരല്ല. നാടിന് ഗുണമുണ്ടായിട്ടില്ല. നാടിന് ഗുണമുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തിനും ഗുണമുണ്ടായിട്ടില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട സഖാവ് പറഞ്ഞല്ലോ, 5 വർഷക്കാലം BJPയുടെ കൂടെ ചേർന്ന് കേരളത്തിന് ദ്രോഹിക്കലാണ് ഈ 18 MP-മാരുടെ മണി.
കാരണം കേരളത്തിൽ ഒരു തുടർഭരണം ഉണ്ടായി പിണറായി സർക്കാരിൻ്റെ. അത് കേരളത്തിൽ ആദ്യമാണ്. മറ്റേ ഒന്നരാടം തവണ വന്നു പോകലാണ് പതിവ്. ഈ തവണ 2021 നമ്മൾ വന്നു, പഴയതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ. അത് വന്നപ്പോൾ നമ്മളെ ശത്രുക്കളായി കണ്ട് ഈ ഗവൺമെൻറ് അട്ടിമറിക്കാൻ, അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി അട്ടിമറിക്കാൻ BJPയുമായി സഹകരിക്കുന്ന നിലപാട് കേന്ദ്രത്തിൽ ഉൾപ്പെടെ സ്വീകരിക്കുകയാണ് അവർ. രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളിൽ ഒരു ചുമതലയും നിർവഹിക്കാത്ത ജനപ്രതിനിധികളാണ് കോൺഗ്രസിന്റെ 18 പേർ ജയിച്ചു പോയവർ UDFന്റെ ഉണ്ടായത്. നമുക്ക് ആലത്തൂര് അതുകൊണ്ട് 5 വർഷക്കാലം നഷ്ടപ്പെട്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സംസ്ഥാനത്തെ മലയാളികളെ ദ്രോഹിക്കുന്ന, കമ്മ്യൂണിസ്റ്റുകാരെല്ലാട്ടോ, എല്ലാ മലയാളികളെയും ദ്രോഹിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനോട് കണക്ക് പറയാൻ നമുക്ക് ആള് വേണം. നമുക്ക് തരേണ്ട പണം തരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. പെൻഷൻ കൊടുക്കാൻ ഒരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനി കടമെടുക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചല്ലോ. പെൻഷൻ മുടക്കിയിട്ടാണെങ്കിലും ഞങ്ങൾ കേരളത്തിലെ ഗവൺമെന്റിനെ ദ്രോഹിക്കും. പെൻഷൻ വാങ്ങിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ലല്ലോ, BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, ഞങ്ങൾക്കല്ലാതെ വോട്ട് ചെയ്യുന്നവരുണ്ട്. അവരുടെയൊക്കെ പെൻഷൻ മുടങ്ങിയാലും വേണ്ടില്ല, കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി ജനങ്ങളെ തിരിച്ചുവിടാം എന്ന് വിചാരിച്ച് BJPയോടൊപ്പം ചേർന്ന 5 വർഷമാണ് കഴിഞ്ഞു പോയത്. അവ ചെറിയ നഷ്ടമല്ല നമുക്ക് ചുരുക്കം. നമ്മുടെ നാടിന് കിട്ടേണ്ട വിഹിതം ചോദിച്ചു വാങ്ങാൻ നമ്മുടെ സ്വാധീനം ഉണ്ടാകണം. കഴിഞ്ഞ തവണ നമുക്ക് ഒരാളുണ്ടായുള്ളൂ. അതുകൊണ്ട് മലയാളികളുടെ കാര്യം പറയാൻ പാർലമെന്റിൽ ഒരാളുണ്ടായില്ല. ഇവരൊക്കെ നമ്മളോടുള്ള വിരോധം തീർക്കുകയായിരുന്നു. രാധാകൃഷ്ണൻ ഇവിടെ നിന്ന് പോയാൽ നമ്മുടെ കാര്യം പറയാൻ നമ്മുടെ കൂടെയുള്ള ജനപ്രതിനിധിയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. രണ്ടാമത്തെ കാര്യം, കാശ് കൊടുത്താൽ മറയുന്നയാളല്ല. പത്മജയെ പോലെ, കോൺഗ്രസ് നേതാക്കളെ പോലെ വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ. BJP ഇപ്പൊ അങ്ങനെ വിലയ്ക്ക് വാങ്ങിക്കല്ലേ. അപ്പോ നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ, കേന്ദ്രത്തിൽ സംസാരിക്കാൻ, നമ്മുടെ പോയ പാർലമെന്റ് മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് നമുക്കൊക്കെ സുപരിചിതനായ രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കിയത്. രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം നമുക്ക് 7 നിയോജക മണ്ഡലങ്ങളിലും നമ്മുടെ MLA-മാരാണ്. അപ്പൊ പിന്നെ പണിയെടുക്കണ്ടല്ലോ എന്ന് വിചാരിക്കരുത്, അത് പറയാനാണ്. എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ധാരാളം കള്ളപ്രചാര വേലകളുണ്ടാവും, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പൊ ഇവിടെ ഒരു സാമ്പിൾ ഇവിടെ പറഞ്ഞല്ലോ, നട്ടാൽ കുരുക്കാത്ത നുണ. നിങ്ങളുടെ തിപ്പരശ്ശേരി വടക്കേ ലക്ഷം വീട് കോളനി അല്പം താമസം ഉണ്ടായിട്ടുണ്ട്. പട്ടയത്തിന്റെ കാര്യത്തിൽ നിരവധി നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ അതിൽ ഇടപെട്ടവർക്കറിയാം. ആധാരത്തിന്റെ മുൻരേഖയില്ലാത്തത്, അളക്കാനുള്ള താമസം, ഭൂമിയുടെ രേഖകളിലുള്ള പ്രശ്നം. പക്ഷേ നിശ്ചയദാർഢ്യത്തോടുകൂടി പിണറായി വിജയൻ സർക്കാർ നിങ്ങൾ 27 കുടുംബങ്ങൾക്ക് പട്ടയം തന്നത് കോൺഗ്രസിന്റെ ആ പ്രതിനിധിയല്ല, ഈ ഗവൺമെന്റാണ്, പിണറായി വിജയന്റെ സർക്കാരാണ്. അതിലെ മന്ത്രിയാണ് ഈ ഇരിക്കുന്ന രാധാകൃഷ്ണൻ എന്നുള്ളതും നമുക്ക് സഹായകമായിട്ടുണ്ട്. ഭരണപരിചയമുള്ള ഒരാൾ. പട്ടയം കിട്ടിയില്ല എന്നുണ്ടാ ഒരു ഇരുപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. പട്ടയം കിട്ടിയെന്ന് ഞാൻ പറയുമ്പോ എന്നുള്ളൊരു ഭാവം ചിലരുടെ മുഖത്ത് മോനേട്ടാണ്. അപ്പൊ അത് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടാൻ കാരണം ഈ ഗവൺമെന്റ് ഉണ്ടായതുകൊണ്ടാണ്. ഭൂമിക്കൊരു രേഖ ഉണ്ടാവുക എന്ന് പറഞ്ഞത് അല്ലേ, എൻ്റെ ഒരു സ്ഥലം, അതൊരു അന്തസ്സാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് തരാൻ, അതിൻ്റെ കൂടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു ഗവൺമെന്റ് ഉണ്ടായി കേരളത്തിൽ. ആ ഗവൺമെന്റിനെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് ഈ ഗവൺമെന്റിനെ രക്ഷിക്കണമെങ്കിൽ നമ്മുടെ MP-മാർ അവിടെ ഉണ്ടാവണം. കണക്ക് പറഞ്ഞ് കാശ് വാങ്ങിച്ച് നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ തെരഞ്ഞെടുപ്പ്. നമ്മുടെ നാട്ടിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ, വർഗീയതയുടെ പേരിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി RSSകാർ ശ്രമിക്കുന്നുണ്ട്. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഒരുമിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് അങ്ങനെ ജീവിച്ചാൽ മതി. അങ്ങനെ ജീവിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം ഈ പിണറായി ഭരിക്കുന്ന കേരളമാണ് എന്നുകൂടി അഭിമാനത്തോടു കൂടി നമുക്ക് ഓർക്കാം. ഈ കേരളത്തിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ളത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രത്യേകതയുണ്ട്, ഞാൻ കൂടുതൽ പറയുന്നില്ല. നമ്മളിനി തെരഞ്ഞെടുപ്പ് വർക്കിലേക്ക് അങ്ങ് പോവല്ലേ. പോണില്ലാന്ന് തീരുമാനിച്ചോ അതോ പോണം തീരുമാനിച്ചോ? പോണം. അതിശക്തമായി നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരവേല ഏറ്റെടുക്കണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടണം നമുക്ക്. അതിനുള്ള കാര്യങ്ങൾ, ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു MP-യുടെ സാന്നിധ്യം കൂടി ഉണ്ടാവുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകേണ്ട ഒരുപാട് പണം കൂടി മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനത്തിന് കിട്ടിയാലോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാവും. പെൻഷന്റെ കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ, എന്ത് ചെയ്തും
തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പെൻഷന്റെ ചില ഗഡു കൊടുക്കും കേരളത്തിലെ ഗവൺമെന്റ് എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് അല്പം താമസം ഉണ്ടായതല്ലേ. നമുക്ക് ഇന്നലെ 100 രൂപ കിട്ടുന്ന പ്രതീക്ഷിച്ച് നമ്മുടെ വീട്ടിലെ ചെലവ് നടത്താൻ ആലോചിച്ചാൽ നമുക്ക് 47 രൂപയെ കിട്ടിയുള്ളൂ. എന്ത് ചെയ്യും? അപ്പുറത്തുനിന്ന് കടം വാങ്ങിക്കണം. അപ്പൊ ഒരാൾ വന്ന് കയ്യുമ്മ പിടിക്കുകയാണ്, കടം വാങ്ങിക്കാൻ പാടില്ല. ആ കടം വാങ്ങിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലെ ചെലവ് മുടങ്ങി. ഇത് തന്നെയാണ് ഗവൺമെന്റിന്റെ കാര്യം. അതിന്റെ ഭാഗമായി നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഇന്ന് കൊടുക്കേണ്ടത് 2 ദിവസം വൈകി. നമ്മളും ചെയ്യില്ലേ? കടം വാങ്ങിച്ചാൽ ഇന്ന് കൊടുക്കാൻ പറ്റിയില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കും. നമ്മൾ ആളുകളോട് പറഞ്ഞു, ഇതാണ് 32 ലക്ഷം ഉണ്ടായിരുന്ന പെൻഷൻ 62 ലക്ഷം ആളുകൾക്കാക്കി. നേരത്തെ ഇവിടെ പറഞ്ഞ 600 ഉണ്ടായിരുന്ന 1600 ആക്കി. അവിടെ നിർക്കണം എന്നല്ല, ഗവൺമെന്റ് തീരുമാനിച്ച് 2500 രൂപയെങ്കിലും പെൻഷൻ കൊടുക്കാൻ കഴിയുന്ന അവിടെ സാമ്പത്തിക വിഷമം കൊണ്ടാണ്. പക്ഷെ പരമാവധി നമ്മൾ എത്തിച്ചു. ആ പെൻഷൻ ഈ നാട്ടിൽ കൊടുത്തത് കോൺഗ്രസ് അല്ല, കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരുമാണ്. അത് കൊടുത്തതിനെതിരായി പ്രത്യുൽപാദനപരമല്ല എന്ന് പറഞ്ഞവരാണ്. നമുക്ക് ഈ പെൻഷന്റെ കാര്യത്തിൽ, വീടിന്റെ കാര്യത്തിൽ, ജനങ്ങളുടെ കാര്യത്തിൽ ജനങ്ങളോടൊപ്പം നിന്ന ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന്റെ കൂടി പ്രതിനിധിയാണ് രാധാകൃഷ്ണൻ. തീർച്ചയായും നിങ്ങൾ എല്ലാവരുടെയും പിന്തുണയുണ്ടാകണം. തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ സഹായം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ. നാളെ നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ തറക്കല്ലിടലാണ്. 75 കോടി രൂപ മുടക്കിയിട്ടാണ് നമ്മുടെ താലൂക്ക് ആശുപത്രി വരുന്ന പുതിയ കെട്ടിടം, സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്. ഈ പണത്തിന്റെ ബുദ്ധിമുട്ടുകൾക്കിടയിലും പാവപ്പെട്ടവന് ചികിത്സ, പാവപ്പെട്ടവന് വിദ്യാഭ്യാസം, ഇതൊക്കെ നൽകാനുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവുകയാണ്. ഇതൊക്കെ കണ്ട് മറ്റുള്ളവരെ കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കാളിയാകണം. സഖാവ് രാധാകൃഷ്ണനുടെ ഓരോരുത്തരുടെയും വിജയമാണ്. ജയിക്കുന്നത് രാധാകൃഷ്ണൻ മാത്രമല്ല, നമ്മളാണ്, ഈ നാടാണ്. അതിന്റെ കൂടെ നിൽക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.